talking to the hero or the villain? Not both. You are talking to an actor. സോ സിമ്പിൾ. സുഹൃത്തുക്കളെ, മമ്മൂക്കയോടാണ് ചോദ്യം ചോദിക്കുന്നത്. ആലോചിച്ച് ഉത്തരം പറയൂ. അതിസൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം തൻ്റെ ഓരോ സ്റ്റെപ്പുകളെയും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ കളങ്കാൽ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ കമ്പനിയുടെ ഒരു സോഷ്യൽ മീഡിയ പേജായിട്ടുള്ള മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു പേജിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. വന്നിട്ടില്ല, നാളെയാണ് വരുന്നത്. 11 മണി കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അത് എത്തും. ആ ഒരു ഇൻ്റർവ്യൂവിനിടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വില്ലനോടാണോ അതോ ഒരു നായകനോടാണോ? ആ ഒരു ചോദ്യത്തിന് എത്ര ഗംഭീരമായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ഉത്തരം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, രണ്ടുമല്ല, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നടനോടാണ്. ദാറ്റ്സ് ഇറ്റ്. നോക്കൂ, ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയാവട്ടെ, നമ്മൾ പലരെയും നടന്മാരും ആക്ടേഴ്സും സൂപ്പർ ആക്ടേഴ്സും മഹാനടന്മാരും ഒക്കെ ആക്കപ്പെടുന്നത് നല്ല നടനായതുകൊണ്ടാണ്. അപ്പോൾ ഒരു നല്ല നടനാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഈ സൂപ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരം സ്റ്റാർഡംസിലൊന്നുമല്ല എനിക്ക് വിശ്വാസം. എനിക്ക് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഒരു നല്ല നടനായിരുന്നു അദ്ദേഹം, ഒരു നല്ല നടനായിരുന്നു അദ്ദേഹം എന്നൊരു പേര് മാത്രം കിട്ടിയാൽ മതി എന്നാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു 70 വയസ്സിന് ശേഷം അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുകയും തൻ്റെ ഇഷ്ടത്തിനുള്ള, തൻ്റെ നടൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള നടനാവാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം മനസ്സിൽ കാണുന്ന സിനിമകൾ, ഒരാളും എടുക്കാൻ ധൈര്യപ്പെടാത്ത ചില സിനിമകൾ, എടുത്തു കഴിഞ്ഞാൽ ഇത് പാളിപ്പോകുമോ എന്ന് തോന്നിപ്പോകുന്ന സിനിമകൾ, തനിക്ക് എന്തെങ്കിലും അഭിനയിക്കാനുള്ള ഒരു സാധ്യത അതിനുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ആരും നിർമ്മാതാക്കളില്ലെങ്കിൽ പേടിക്കേണ്ട കേട്ടോ, ഞാൻ നിർമ്മിച്ചോളാമെന്ന് ധൈര്യപൂർവ്വം ഈ മനുഷ്യൻ വാക്കു കൊടുക്കുന്നത്. കാരണം അയാൾക്ക് ഇനി സംതൃപ്തിപ്പെടുത്താനുള്ളത് മലയാളികളല്ല, ഇനി സംതൃപ്തിപ്പെടുത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകരല്ല, ഇനി മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന് സംതൃപ്തിപ്പെടുത്താനുള്ളത് അദ്ദേഹത്തെ മാത്രമാണ്. അദ്ദേഹത്തിനുള്ളിലെ അടങ്ങാത്ത ആവേശമുള്ള ആ ഒരു അഭിനേതാവിനാണ്. അയാളിങ്ങനെ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് നടക്കുന്ന പോലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു ഹീറോയാണോ അതോ വില്ലനാണോ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഞാൻ ഈ സിനിമയിൽ വില്ലനാണ് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ നായകനാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ രണ്ടിനോടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാളുകളോടല്ല സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു സാധാരണത്ത നടനോട് മാത്രമാണ്. ഞാൻ ഒരു നടനാവാൻ മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യനാണെന്ന് മമ്മൂക്ക പറഞ്ഞു പോകുന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്താ ശരി, കഥ ഉണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത്. അടിപൊളി. ഇത് ആരോടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു തന്നതാണ്? ഇനി സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന, മമ്മൂക്കയെ കുറിച്ച് സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ കഥ എഴുതുന്നേ, നിങ്ങൾ കഥ എഴുതുക, നിങ്ങൾ ഡയലോഗുകൾ ഉണ്ടാക്കുക, ഏറ്റവും നല്ല സ്റ്റോറികൾ നിങ്ങൾ പടച്ചുണ്ടാക്കുക. ആ എഴുത്തിൻ്റെ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ എന്നെപ്പറ്റി ചിന്തിക്കരുത്. ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ എഴുതരുത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് കാസ്റ്റ് ആയി പോകും. നോക്കൂ, മമ്മൂക്കയ്ക്ക് വേണ്ടി മാത്രം എഴുതപ്പെടുന്ന, നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, മോഹൻലാലിന് വേണ്ടി മാത്രം എഴുതപ്പെടുന്ന, മോഹൻലാൽ മുണ്ട് പറിച്ചടിക്കാൻ വേണ്ടി മാത്രം സിനിമ എഴുതുന്ന, മോഹൻലാൽ മീശ പിരിക്കാൻ വേണ്ടി മാത്രം സിനിമ എഴുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ നശിപ്പിച്ച് നാരണക്കല്ല് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം വീണ്ടും മമ്മൂക്കയെ പോലെ പരീക്ഷണ സിനിമകളുമായിട്ട് മുൻപിലേക്ക് എത്താൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു തയ്യാറെടുപ്പാണ് വേണ്ടത്. പണ്ട് നമ്മുടെ മമ്മൂക്കയെ സിനിമയിലേക്ക് കൊണ്ടുവന്ന MT വാസുദേവൻ നായർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കഥ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ മമ്മൂട്ടി ഉണ്ടായിട്ടില്ല. പക്ഷെ എഴുതി കഴിഞ്ഞ് ആ കഥാപാത്രം ആരെ അഭിനയിക്കുമെന്ന് നോക്കുമ്പോൾ അത് മമ്മൂട്ടി ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മുടെ മമ്മൂക്ക ഇനി എഴുതാനും ഇനി സിനിമ എടുക്കാനും പോകുന്ന ആളുകളോട് ഇദ്ദേഹം പറയുന്നതും. ഒരു കാരണവശാലും ഇദ്ദേഹത്തെ മനസ്സിൽ കാണരുത്, ഇദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ മനസ്സിൽ കാണരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രത്തെ, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഞാനെന്ന് പറയുന്ന മമ്മൂട്ടി എന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ആസ് എ ഡയറക്ടർ?
അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് കൃത്യമായിട്ടും പറയുന്നു. ഈ ഇമേജ് ബ്രേക്ക് ചെയ്യാനുള്ള ധൈര്യം പുഴു എടുത്തു നോക്കട്ടെ, ഭ്രമയുഗം എടുത്തു നോക്കട്ടെ, ഇതിലൊന്നും നായകനല്ല. ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹം ചിരിക്കുകയാണ്. നോക്കൂ, ഈ അടുത്ത കാലത്താണ് ഇദ്ദേഹം ഇമേജ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. എന്താണ് ഇമേജ് ബ്രേക്കിംഗ്? നോക്കൂ, നമ്മുടെ മലയാള സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലായിക്കോട്ടെ, ഒരാൾ ഇന്നത് മാത്രമേ ചെയ്യാൻ പാടൂ എന്നൊരു തരം ഒരു മുൻവിധി പല ആളുകൾക്കുണ്ട്. മോഹൻലാലിൽ നിന്ന് നമ്മൾ മുണ്ട് പറിച്ച് അടിക്കുന്നതും മീശ വിരിക്കുന്നതും മാത്രമേ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അയാൾ ആ ഇമേജിന്റെ തടവറയിലായി പോകും. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരിക തന്നെ വേണം. നോക്കൂ, ഷാറുഖ് ഖാനെ നോക്കൂ, എന്തൊരു വേസ്റ്റ് ഇമേജാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒരു പ്രണയ നായകൻ, അത് കവിഞ്ഞ ഒരു നല്ല അച്ഛനായിട്ടുള്ള ഒരു വേഷം ചെയ്യാനോ അഭിനയ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു വേഷത്തെ ഒന്ന് കൈവയ്ക്കാനോ ഇയാൾക്ക് ധൈര്യം ഉണ്ടാവോ ഷാറുഖ് ഖാന്? സിംപിളി ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു ചാത്തനായിട്ട് അഭിനയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു വേഷം ചെയ്യാൻ നമ്മുടെ ഷാറുഖ് ഖാന് സാധിക്കുമോ? ഇല്ല, ഒരു കാരണവശാലും സാധിക്കില്ല. അദ്ദേഹം ഒരു ഇമേജിന്റെ ആ ഒരു തടവറയിലാണ്. അത് ബ്രേക്ക് ചെയ്ത മനുഷ്യനായിരുന്നു മമ്മൂട്ടി. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. കുറെ മുമ്പ് തന്നെ ഇദ്ദേഹം ആ ഒരു ഇമേജ് ബ്രേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളെയും വിചാരം ഇദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേണുവിന്റെ സംവിധാനത്തിലാണ് തോന്നുന്നു ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഒരു സീരിയൽ കില്ലറിന്റെ വേഷമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനിൽ ചെയ്തത്. CK രാഘവൻ എന്നാണ് ഒരു കഥാപാത്രത്തിന്റെ പേര്. നോക്കൂ, അന്ന് മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം തന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുതാ ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും, ഈ ഒരു ന്യൂജൻ എന്നൊക്കെ പറയുന്ന ജെൻസി കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും പരിപൂർണമായും തകർത്ത് തരിപ്പണമാക്കി നിങ്ങളിലെ ഒരു കഥാപാത്രം, നിങ്ങളെ മനസ്സിലൊരു കഥാപാത്രത്തിലേക്ക് എന്നെ കൊണ്ടുപോയാൽ മതി, മമ്മൂട്ടിസം അല്ല ആളുകൾക്ക് വേണ്ടതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതാണ്. സോ ഇമേജ് ബ്രേക്കിംഗ് അത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടൻ മാത്രം ആയിരിക്കണം. വൈ വിനായകൻ. അതാണ് അതിന്റെ അപ്പുറം മമ്മൂക്ക ഒന്നും പറയുന്നില്ല എന്നാണ് ഈ ഒരു ട്രെയിലറിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. വൈ വിനായകൻ? എന്തിനാണ് വിനായകനെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? എന്തിനാണ് വിനായകനെ നിങ്ങൾ കൊണ്ടുവന്നേ സിനിമയിലേക്ക്? വിനായകന്റെ ഇന്റർവ്യൂ കൂടി കാണണം കേട്ടോ. എന്തുകൊണ്ടാണ് പൊതു ആളുകളോട് സംസാരിക്കാത്തത്? എനിക്കറിയില്ല, സംസാരിക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ കാട്ടിക്കുട്ടിയായാലും അത് പുറത്ത് വാർത്തയായാലും എൻ്റെ പൊന്നുമുത്തേ വിനായകൻ ചേട്ടാ, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ നല്ല സിനിമകൾ നിങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങളൊരു ഇന്റർനാഷണൽ ആക്ടറാണ്. ഇങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിക്കാത്ത കുറേ വാണങ്ങൾ അപ്പുറത്തുണ്ടെന്ന് എനിക്കറിയാട്ടോ. അവരോട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതം മര്യാദക്ക് പോകുന്നതിന്റെ ഒരു കാരണം തന്നെ നമ്മുടെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സിനിമയുടെ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. നന്മയും തിന്മയും തമ്മിലൊരു ഫൈറ്റ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി വിഭാഗമാണ് മനുഷ്യൻ. അതിൽ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് നമ്മൾ നന്മ ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തിന്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട് കേട്ടോ. പക്ഷെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തോ തരുവാനുണ്ട്. നിങ്ങളെല്ലാ പോസ്റ്റ് നോക്കിക്കോളൂ. വിനായകൻ എന്ന് പറയുന്ന നടനെ വെച്ച് ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തെ വെച്ചിട്ടാണ് എല്ലാ പോസ്റ്ററും ഇറങ്ങുന്നത്. മിക്കവാറും ഈ സിനിമയുടെ ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുക തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടനോടുകൂടി ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അത് വിനായകൻ ചേട്ടനായിരിക്കും. എൻ്റെ തോന്നലാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ബൈ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു ചാനലാണ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടുക. ബൈ. ഒരുപാട് സ്നേഹം.